ഒരു സാഹിത്യ സൃഷ്ടിക്ക് സമൂഹത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിക്കും? അത് പ്രവചനാതീതമാണല്ലേ. റോമിയോയും ജൂലിയറ്റും ഒരു ഷേക്സ്പീരിയൻ നാടകത്തിലെ രണ്ട് കഥാപാത്രങ്ങളാണെന്ന് ഇന്നും പലർക്കും അറിയില്ല. അത് ആന്റണിയെയും ക്ലിയോപാട്രയും പോലെ, ഹെലനെയും പാരീസിനെയും പോലെ, ഷാജഹാനെയും മുംതാസിനെയും പോലെ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിത്വങ്ങളാണെന്നാണ് ഇന്നും പലരും ധരിച്ചിരിക്കുന്നത്. ടോക്കിംഗ് ഹിസ്റ്ററിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രണയത്തെയും ലൈംഗികതയെയും മരണവുമായി തുലനം ചെയ്യുന്ന ഒരു ഷേക്സ്പീരിയൻ നാടകമാണ് റോമിയോ ആൻഡ് ജൂലിയറ്റ്. ലോകമെങ്ങും കോടിക്കണക്കിന് ആരാധകരെ സൃഷ്ടിച്ച ഷേക്സ്പിയറുടെ ഏറ്റവും പ്രസിദ്ധമായ നാടകമാണ് റോമിയോ ആൻഡ് ജൂലിയറ്റ്. അത് തലമുറകളെ പ്രണയത്തിന്റെ മുന്തിരിച്ചാറിൽ ജ്ഞാനസ്നാനം ചെയ്തെടുത്തു. വീഞ്ഞുപോലെ പഴകുന്തോറും ജൂലിയറ്റിന്റെയും റോമിയോയുടെയും പ്രണയ സൗകുമാര്യം ഏറിയേറി വന്നു. ഓ കലഹിക്കുന്ന പ്രണയമേ, സ്നേഹനിർഭരമായ വിദ്വേഷമേ, ഒന്നുമില്ലാത്തതെന്തും ആദ്യം സൃഷ്ടിക്കുമെന്ന് ലോകം മുഴുവൻ ജൂലിയറ്റിനോടൊപ്പം ഏറ്റുപറഞ്ഞു. ലോകം റോമിയോയോടൊപ്പം പ്രണയിച്ചു, ചുംബിച്ചു. പ്രണയത്തെയും രതിയെയും ജീവിതത്തെയും ഒരുപോലെ ആശ്ലേഷിച്ചു. ജൂലിയറ്റിന്റെ സൗന്ദര്യത്തെയും മധുരതരമായ ശബ്ദത്തെയും നെഞ്ചേറ്റി. അങ്ങനെ ഇരുവരും ഷേക്സ്പീരിയൻ തിയേറ്ററുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ആസ്വാദകരുടെ ഹൃദയങ്ങളിൽ ജീവിച്ചു. വെറും രണ്ട് കഥാപാത്രങ്ങളാണ് റോമിയോയും ജൂലിയറ്റുമെന്ന് ലോകം മറന്നു. അവർ ചരിത്രമായി മാറി. റോമിയോ ആൻഡ് ജൂലിയറ്റ് നാടകത്തിന്റെ കഥാസാരം ഇങ്ങനെയാണ്. ഇറ്റലിയിലെ പ്രസിദ്ധമായ രണ്ട് പ്രഭു കുടുംബങ്ങളാണ് ക്യാപ്പിലറ്റ്, മൊണ്ടേഗ് എന്നിവ. തലമുറകളായി കടുത്ത ശത്രുതയിൽ ആയിരുന്ന ഈ കുടുംബങ്ങളിലെ അംഗങ്ങൾ തമ്മിൽ വിദ്വേഷം കൈമാറിപ്പോന്നു. മൊണ്ടേഗ് കുടുംബത്തിലെ ഇളമുറക്കാരനാണ് സുന്ദരനായ റോമിയോ. അയാൾ റോസ്ലിൻ എന്ന ഒരു പെൺകുട്ടിയിൽ അനുരക്തനായി. എന്നാൽ പെൺകുട്ടിക്കാകട്ടെ റോമിയോയോട് വലിയ താല്പര്യം തോന്നിയതുമില്ല. പെൺകുട്ടിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും കാമുകനാകുവാനുമായി റോമിയോ പലതും ചെയ്തുവെങ്കിലും നിഷ്ഫലമായി. ഇക്കാര്യം സുഹൃത്തുക്കളായ മെർക്കുഷിയോയോടും ബെൻവോളിയോയോടും റോമിയോ പറഞ്ഞു. സുഹൃത്ത് മെർക്കുഷിയോ റോമിയോയ്ക്ക് പെൺകുട്ടിയെ പാട്ടിലാക്കാനുള്ള ഒരു ഉപായം പറഞ്ഞുകൊടുത്തു. അതല്പം സാഹസികമായ ഒരു ഉദ്യമമായിരുന്നു. ക്യാപ്പിലറ്റ് കുടുംബത്തിൽ വരും ദിവസങ്ങളിൽ ഒരു വലിയ വിരുന്ന് നടക്കുന്നുണ്ട്. ആ ആഡംബര വിരുന്നിൽ റോസ്ലിൻ പങ്കെടുക്കുമെന്നും മുഖംമൂടി അണിഞ്ഞ് ക്യാപ്പിലറ്റുകളുടെ കണ്ണുവെട്ടിച്ച് വിരുന്നിൽ പങ്കെടുത്താൽ റോസ്ലിനെ കാണാനും അവളോടൊത്ത് നൃത്തം ചെയ്യാനും അവസരമുണ്ടാകുമെന്നും മെർക്കുഷിയോ റോമിയോയെ ഉപദേശിച്ചു. അതനുസരിച്ച് റോമിയോ മുഖംമൂടി അണിഞ്ഞ് കമനീയമായി അലങ്കരിച്ച വിരുന്നു ഹാളിലേക്ക് പ്രവേശിച്ചു. അവിടെ റോമിയോ കണ്ടത് അതിസുന്ദരിയായ ജൂലിയറ്റിനെയാണ്. ആദ്യം കണ്ട മാത്രയിൽ തന്നെ ഇരുവരും പ്രണയബദ്ധരാവുകയും ഒരുമിച്ച് നൃത്തം ചെയ്യുകയും ചെയ്തു. എന്നാൽ ജൂലിയറ്റിന്റെ ബന്ധുവായ റൈബോൾട്ട് എന്ന പ്രഭു റോമിയോയെ തിരിച്ചറിയുകയും ജീവൻ വേണമെങ്കിൽ ഉടനടി കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറയുകയും ചെയ്തു. ഹാളിൽ നിന്ന് പുറത്തു കടന്നെങ്കിലും പോകാൻ മനസ്സ് വരാതെ റോമിയോ കൊട്ടാരത്തിന്റെ ഉദ്യാനത്തിൽ മറഞ്ഞിരുന്നു. ജൂലിയറ്റിന്റെ മുറിയുടെ പ്രകാശമാനമായ ജാലകത്തിലേക്ക് കണ്ണുനട്ട് അയാൾ അവിടെ ഇരുന്നു. ഇതേ സമയം റോമിയോ പോയതോടെ നിരാശയായ ജൂലിയറ്റ് തന്റെ മുറിയിലേക്ക് തിരികെ വന്ന് ബാൽക്കണിയിൽ ഇറങ്ങി നിന്ന് റോമിയോയോട് തന്റെ പ്രണയത്തെക്കുറിച്ച്, അവൻ വിടവാങ്ങിയ ഈ കുറഞ്ഞ സമയത്തിനകം തന്നെ അവൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിരഹത്തിന്റെ ആഴത്തെക്കുറിച്ചും ആത്മകഥം ചെയ്തു. ഇത് കേട്ട റോമിയോ വള്ളിപ്പടർപ്പുകളിൽ നിന്ന് പുറത്തുവന്ന് ജൂലിയറ്റുമായി സംസാരിച്ചു. പിന്നീട് ഇരുവരുടെയും കുടുംബാംഗങ്ങൾ അറിയാതെ ഫ്രയർ ലോറൻസ് എന്ന പുരോഹിതന്റെ കാർമ്മികത്വത്തിൽ ഇരുവരും വിവാഹിതരായി. ഉദ്യാനത്തിലെ ബാൽക്കണിയിലൂടെ റോമിയോ ജൂലിയറ്റിനെ കാണാൻ എത്തിക്കൊണ്ടിരുന്നു. എന്നാൽ വിരുന്നു ദിവസം റോമിയോ കൊട്ടാരത്തിൽ പ്രവേശിച്ചതും ജൂലിയറ്റുമായി നൃത്തം ചെയ്തതുമായ സംഭവങ്ങൾ ഡൈബോൾട്ട് ജൂലിയറ്റിന്റെ പിതാവിനെ ധരിപ്പിച്ചിരുന്നു. എത്രയും വേഗം ജൂലിയറ്റിന്റെയും അവളുടെ മുറച്ചെറുക്കനായ പാരീസിന്റെയും വിവാഹം നടത്താൻ തീരുമാനിച്ചു. അന്നേ ദിവസം തെരുവിൽ വെച്ച് ഡൈബോൾട്ട് റോമിയോയെയും സുഹൃത്തുക്കളെയും കണ്ടുമുട്ടുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തു. ഡൈബോൾട്ട് മെർക്കുഷിയോയെ വെട്ടിക്കൊലപ്പെടുത്തിയതോടെ ക്ഷുഭിതനായ റോമിയോ ഡൈബോൾട്ടിനെയും കൊന്നു. അതോടെ വെറോണിയൻ രാജകുമാരൻ റോമിയോയെ നാടുകടത്താൻ ഉത്തരവിട്ടു. വിവാഹം നിശ്ചയിക്കപ്പെട്ട ജൂലിയറ്റ് എന്തു ചെയ്യണമെന്നറിയാതെ ഉപദേശത്തിനായി ഫ്രയർ ലോറൻസിനെ കണ്ടു. ഫ്രയർ ലോറൻസ് അവൾക്ക് ഒരു ദിവ്യ ഔഷധം നൽകി. അത് കഴിച്ചാൽ 2 ദിവസം മുഴുവൻ ബോധരഹിതയായിരിക്കുമെന്നും മരിച്ചെന്ന് കരുതി അവളെ ശവപ്പെട്ടിയിലാക്കി ക്യാപ്പിലറ്റുകളുടെ കല്ലറയായ ഭൂഗർഭ നിലവറയിൽ സൂക്ഷിക്കുമ്പോഴേക്കും റോമിയോയെ അവിടെ എത്തിച്ചു കൊള്ളാമെന്നും ഫ്രയർ ലോറൻസ് വാക്കു നൽകി. ജൂലിയറ്റ് മരുന്ന് കഴിച്ച് ബോധരഹിതയായി. അവളെ വേദനയോടെ കുടുംബം നിലവറയിൽ അടക്കം ചെയ്തു. എന്നാൽ ഇനിയാണ് ഏറ്റവും നാടകീയമായ രംഗങ്ങൾ അരങ്ങേറുന്നത്.
ഒരു ദൂതൻ വഴി ജൂലിയറ്റിന്റെ മരണവാർത്തയറിഞ്ഞ് തകർന്ന മനസ്സോടെ റോമിയോയും പ്രതിശ്രുത വധുവിന്റെ മരണം താങ്ങാനാവാതെ പാരീസും നിലവറയുടെ കവാടത്തിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് ഇരുവരും പടവെട്ടുകയും പാരീസ് കൊല്ലപ്പെടുകയും ചെയ്തു. തൻ്റെ പത്നിയുടെ ചേതനയറ്റ ചുണ്ടിൽ അന്ത്യചുംബനം അർപ്പിച്ച് റോമിയോ കയ്യിൽ കരുതിയിരുന്ന വിഷം കഴിച്ച് നിലവറയിൽ മരിച്ചു വീണു. ഇതേസമയം മയക്കം വിട്ടുണർന്ന ജൂലിയറ്റ് ചേതനയറ്റ റോമിയോയെ കണ്ട് അയാളുടെ അരപ്പട്ടയിൽ നിന്ന് കഠാരയൂഴി സ്വന്തം നെഞ്ചിലേക്ക് കുത്തിയാഴ്ത്തി. റോമിയോയുടെ മാറിലേക്ക് തന്നെ മരിച്ചു വീണു. റോമിയോയും ജൂലിയറ്റും പരസ്പരം ആരാധിക്കുകയും അവർ പരസ്പരം ചുറ്റുപാടുള്ള ഇരുളുകളിൽ വെളിച്ചമായി കാണുകയും ചെയ്തു. ശവകുടീരത്തിൽ മരിച്ചു കിടക്കുമ്പോഴും ജൂലിയറ്റിന്റെ ആന്തരികവും ബാഹ്യവുമായ സൗന്ദര്യം ആ നിലവറയിൽ പ്രകാശത്തിന്റെ വിരുന്നൊരുക്കുന്നു. ആർദ്രമായ ചുംബനം കൊണ്ട് മരണത്തിന്റെ പരുക്കൻ സ്പർശത്തെ മിനുസമുള്ളതാക്കാൻ സാധിക്കുന്നു. സൗമ്യമായ പാപം ഇതാണ് എൻ്റെ ചുണ്ടുകൾ നാണിക്കുന്ന രണ്ട് തീർത്ഥാടകർ. ലോകത്തെ പ്രണയാതുരമാക്കിയ ഷേക്സ്പിയറുടെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന നാടകം ഇതാണ് നമ്മളോട് ആത്യന്തികമായി പറഞ്ഞു വെക്കുന്നത്. അടുത്തയാഴ്ച മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.